അത് പറ്റില്ലമ്മേ. കാര്യങ്ങൾ നേരാവണ്ണം നടന്നെങ്കിൽ ചോദ്യം വരുന്നതും സമാധാനം പറയേണ്ടതും ഞാന്. ഒരു ചായ എടുക്ക്. അത് കുടിച്ചിട്ട് ഇനി എന്തോ ഉള്ളൂ. നാട്ടുകള്ളൻ കാട്ടിലേക്ക് മേലുദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടെ അനധികൃതമായി നടക്കുന്ന മരം വെട്ടി മുറിക്കൽ പദ്ധതിക്ക് കൂട്ടുനിൽക്കുന്നവർ നിരീക്ഷണത്തിൽ. പലരും പകൽ വെളിച്ചത്തിൽ കുടുങ്ങുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. മന്ത്രി പറഞ്ഞത് വെറുതെ ഇല്ല. മാധ്യമങ്ങൾ ശക്തമായ രംഗത്തുണ്ട്. ടിവിയിലും ഇതൊക്കെ തന്നെയാ മോളെ പറയുന്നത്. മോളെ, നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂടി? നോക്കാവുന്ന വഴിയെല്ലാം നോക്കി. ഒരു തരത്തിലും ഒരാൾക്കും സഹായിക്കാനാവാത്ത രീതിയിലാണ് ഇതിപ്പോ കൊണ്ടുപോയി എത്തിച്ചിരിക്കുന്നത്. സഹായിക്കാനും ചെല്ലുന്നവർ പ്രതിയാവുന്ന അവസ്ഥയാണ്. പല വഴിയും നോക്കി. സത്യമേ മാത്രം ഓർത്തിട്ടല്ല, നമ്മുടെ മോളും കൂടി താമസിക്കുന്ന വീടല്ലേ. മോളെപ്പോലെ ഒരാൾ ഇങ്ങനെ ഒരു സ്ഥാനത്തിരുന്നിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോ ഒന്നും ചെയ്തില്ല എന്നൊരു കുറ്റപ്പെടുത്തൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ അമ്മ പറയുന്നത്. ഈ ഒരു സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണമ്മേ എനിക്ക് ഈ പ്രശ്നത്തിൽ ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞതും. അതമ്മ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. എന്നാ അതാ സത്യം. ഈ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള ഓട്ടമായിരുന്നു ഇതുവരെ. ഞാൻ മാത്രമല്ല, വിഷ്ണുവേട്ടന്റെ രീതിക്ക് ഓടുന്നുണ്ട്. ഒടുവിൽ എനിക്ക് മനസ്സിലായി, ഒരാളും സഹായിക്കില്ല. അതാ ഇപ്പോഴത്തെ അവസ്ഥ. സഹായിക്കരുതെന്ന് ആരൊക്കെയോ മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. തെറ്റായ വാർത്തകൾ കൊടുത്ത് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്ന പത്രസ്വാതന്ത്ര്യത്തിന്റെ കാര്യമൊന്നും താൻ എൻ്റെ അടുത്ത് പറയണ്ട. റവന്യൂ വകുപ്പിന്റെ പേരിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊരു സുഹൃത്തെന്ന നിലയിൽ എന്നോട് പറയാം. ഒരാളെയും കാണാൻ പോകരുത്. സർ, എനിക്കിതിന്റെ ദോഷവശങ്ങൾ അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം എന്റെ ഹസ്ബൻഡിന്റെ കുടുംബത്തിന് വരുമ്പോ ഈ ഒരു സ്ഥാനത്തിരിക്കുന്ന എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് പിന്നീട് തോന്നരുതല്ലോ. അതുകൊണ്ട് മാത്രം ഞാൻ സാറിനെ കാണാൻ വന്നതാ. ഈ ഒരു സ്ഥാനത്തായതുകൊണ്ടാ ശാലിനി ഇതിൽ ഇടപെടാൻ പാടില്ലെന്ന് ഞാൻ കർശനമായി പറഞ്ഞത്. പിന്നെ ഞാൻ എന്റെ നിലപാട് പറഞ്ഞതേ ഉള്ളൂ. ശാലിനിക്കത് മുഖവിലേക്ക് എടുക്കണമെങ്കിൽ എടുക്കാം. ഒന്ന് ഞാൻ പറയാം, ഗവൺമെന്റിന്റെ മന്ത്രിസഭയുടെ മുഖച്ഛായ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഇതിന് ഉത്തരവാദിയായവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതിനുവേണ്ടി ഈ മന്ത്രിസഭ എന്തും ചെയ്യും, എന്തും. അപ്പോ ഒരു തരത്തിലും ഈ ജപ്തി ഒഴിവാക്കാൻ പറ്റില്ലെന്നാണോ മോള് പറയുന്നത്? ഇല്ലമ്മേ, ഒരു പഴുതുമില്ല. അവര് ശക്തമായ രീതിയിൽ വല മുറുക്കിയിരിക്കുക. അതിൽ നിന്ന് ഒരു കണ്ണി പോലും അകന്നു പോവാതെ അവർ നോക്കുന്നുമുണ്ട്. ശത്രു നിസ്സാരക്കാരനല്ല. അവന്റെ എല്ലാ സ്വാധീനവും ഉപയോഗിച്ചിട്ടാ അവൻ ഈ കരുക്കൾ നീക്കിയിരിക്കുന്നത്. ഈ നാണക്കേട് സത്യാമ്മയ്ക്ക് താങ്ങാൻ പറ്റുമോ മോളെ? ഏത് രീതിയിൽ കഴിഞ്ഞിരുന്ന ആളാ. രാഘവേട്ടന്റെ കാര്യം ഓർക്കുമ്പോഴാ അതിലും സങ്കടം. ഈ സുഖമില്ലാത്ത അവസ്ഥയിൽ ഒരു വീട് മാറി ആ വീടുമായി യോജിച്ചു പോകാനൊക്കെ പറ്റുമോ? പോകാതെ മാർഗമില്ലല്ലോ അമ്മ. എന്നെ എത്ര വലിയവനും തിരിച്ചടി തന്നെയാണെന്ന് മനസ്സിലാക്കാനുള്ള അവസരം അത് തന്നെയായത്. എത്ര തവണ നമ്മളെ ആ വീട്ടിൽ നിന്ന് സത്യം ആട്ടിപ്പായിച്ചിട്ടുണ്ടമ്മേ. അമ്മയെ തന്നെ എത്രയോ തവണ അവര് സങ്കടപ്പെടുത്തി ഇറക്കി വിട്ടിട്ടുണ്ട്. ദൈവം എന്ന് പറയുന്ന ആള് ഇതെല്ലാം കണ്ട് മുകളിൽ ഇരിക്കുകയല്ലേ. കുറെ കാണുമ്പോ തിരിച്ചൊന്ന് ഇറക്കി വിടണമെന്ന് പുള്ളിക്കാരനും തോന്നിയിട്ടുണ്ടാവും. ആട്ടി ഇറക്കപ്പെടുന്നതിന്റെയും ഒരു സ്ഥലത്ത് നിന്നും ഒഴിവാക്കി വിടുന്നതിന്റെയും വേദന സത്യമേ ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവും. എന്തായാലും നമ്മളായിട്ട് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. ഇനിയും വരുന്നത് അങ്ങോട്ട് അനുഭവിക്കാം. അല്ലാതെ യാതൊരു വഴിയും കാണുന്നില്ല. അത് പോട്ടെ, നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം. അതെന്ത് പറയാ, നമ്മളെ സഹായിച്ചിട്ടുള്ള ആളല്ലേ. എടാ, നമ്മൾ സഹായിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ട് അവർക്ക് അങ്ങനെ ജോലി തരാൻ പറ്റുമോ? എടാ,
അവർക്ക് അവരുടെ ജോലി തീർക്കാൻ കഴിവുള്ളവരല്ലേ അവരെടുക്കുള്ളൂ. ഹെ, ചുമ്മാ തമാശ പറയാതെ ആശാനെ. ഏത് ഹോട്ടലിൽ പോയാൽ ചെലവ് ചെയ്യുന്നെന്ന് മാത്രം പറഞ്ഞാൽ മതി, നമുക്ക് അങ്ങോട്ട് പോവാം. ഹെ, ഇല്ലേ വേണ്ട, നമുക്ക് വല്ല ബാറിലേക്ക് പോവാം. ജോലി കിട്ടിയതിന്റെ വകയിൽ രണ്ടെണ്ണം വീശാവും. എടാ ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാ. സതീഷ് സാറിന് എന്നെ സഹായിക്കാൻ പറ്റില്ല. എനിക്ക് പറ്റിയ ജോലിയൊന്നും അവിടെ ഇല്ലെന്നാ പറയണേ. എന്നാ പിന്നെ അത് ചോദിച്ചിട്ട് തന്നെ കാര്യം. ഒരു ഗതിയും പരഗതിയും ഇല്ലാതിരുന്ന കാലത്ത് ഏതോ ബാങ്കിലെ കുടിശ്ശിക തീർക്കാൻ വേണ്ടി ആശാന്റെ കാല് പിടിക്കുന്ന പോലെയാ അന്ന് വന്ന് പണം ആവശ്യപ്പെട്ടത്. പലിശ പോലും വാങ്ങാതെയാ അന്ന് ആശാൻ ഇയാൾക്ക് പണം കൊടുത്തത്. ആ നന്ദി അയാൾക്ക് ഇപ്പൊ കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അയാളുടെ മുഖത്ത് നോക്കി രണ്ടോ പറഞ്ഞിട്ടേ ഇപ്പൊ കാര്യമുള്ളൂ. ആ, ഇങ്ങോട്ട് വാ. എടാ എടാ തെറ്റ് നമ്മുടെ ഭാഗത്ത് തന്നെയാ. എന്ത് തെറ്റ്? നമ്മൾ ജോലി ചോദിച്ചു പോയതോ? എടാ അതല്ലടാ. എടാ എടാ അവിടെ ചായ മേടിക്കാൻ നിൽക്കുന്ന ഓഫീസിൽ പോയി MA BA ഒക്കെ പഠിച്ചവനാ. ആ സ്ഥാനത്തേക്ക് അക്കൗണ്ട്സിലേക്ക് 4ാം ക്ലാസ് കുസ്തിയുള്ള ഞാൻ പോയി ചെല്ലണേ. പിന്നെ പുള്ളി കളിയൊക്കെ ഇരിക്കൂ. ആശാനെ കളിയാക്കിയെന്നോ? ആശാൻ എന്നാ ഞാൻ രണ്ടെണ്ണം പൊട്ടിക്കോ അവനെ. എടാ എടാ ആശാനെ എനിക്ക് അവനെ- എടാ ദാ കൈ വിട് ആശാനെ. എടാ, കേക്കടാ. ഇവൻ ഇത് എടാ കളിയാക്കിയതല്ല. എടാ അയാൾ ഈ വിദ്യാഭ്യാസ യോഗ്യത്തെ പറ്റി കാര്യമായിട്ട് സംസാരിച്ചതാ. നമുക്കതില്ലല്ലോ. അപ്പൊ പിന്നെ മിണ്ടാതെ തലകുനിച്ച് കേട്ടിരുന്നു. എന്നിട്ട് അന്തസ്സായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നു. ആശാനെ ചോദിക്കാൻ പാടില്ലായിരുന്നു ആശാനെ. അന്ന് കാശിന് വേണ്ടി ഓടി വന്നപ്പോ വിദ്യാഭ്യാസം വിവരമുള്ള ആരും ഒന്ന് കാശ് തരാൻ ഇല്ലായിരുന്നോ എന്ന്. അന്ന് സഹായിക്കാൻ ഈ പാവം പിടിച്ച 4ാം ക്ലാസ്സുകാരനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ നന്ദിയെങ്കിലും ആ മഹാഭാവി കാണിക്കണ്ടേ? ഇട വിട്ടുകളാ. ഒരു കാര്യം അയാൾ